കൊണ്ടോട്ടി നേർച്ച കാണാൻ പോയതാണ്. നല്ല തിരക്കാണ് കേട്ടോ. 14 വർഷമായിട്ട് നേർച്ച നിർത്തി വെച്ചതായിരുന്നു. ഈ വർഷം ഉണ്ട് കേട്ടോ. 11-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കുബപ്പള്ളി കേട്ടോ നേർച്ച നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഐതിഹ്യമുണ്ട്. എല്ലാ മതസ്ഥരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നേർച്ചയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് പരിപാടികളുണ്ടാകും. അറവന, അതുപോലെ കോൽക്കളി, കുത്തറാത്തീപ്, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് ഈ വരവുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ജാതി മതമൊന്നുമില്ല, എല്ലാ മതസ്ഥരും ഒരുപോലെ പങ്കെടുക്കുന്നൊരു നേർച്ചയാണ്. അപ്പോൾ ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയാണ് കേട്ടോ ഈ നേർച്ച. ഇത്തരം നേർച്ചകളൊക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം തന്നെയാണ് നാടിന്. കാരണം നമ്മുടെ നാട്ടിലെ അവസ്ഥക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം, അത് ആവശ്യമാണ്. അപ്പോൾ ഇത് ചുറ്റുഭാഗങ്ങളിൽ നിന്നുള്ള നാടുകളിൽ നിന്ന് ഇതുപോലെ വരവുണ്ടാവും കേട്ടോ. അത് ആദ്യത്തെ ദിവസം വന്ന വരവാണ്. അപ്പോൾ ഇതുപോലെ ഈ വരവിനെ എതിരേൽക്കാൻ തങ്ങൾ പോകുന്നതാണ് കേട്ടോ. തങ്ങളെ പട്ടക്കാരാണ് ഈ വെള്ളയിൽ ചോപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുതിരപ്പുറത്ത് ഇതിൻ്റെ സ്ഥാനമായിട്ടുള്ള സ്ഥാനീയനായിട്ടുള്ള ആൾ പോയിട്ട് കുതിരപ്പുറത്ത് പോയിട്ട് ഈ ചുറ്റുവട്ടത്തു നിന്ന് വരുന്ന വരവ് ഇതുപോലെ കുതിരമേലെ പോയിട്ട് എതിരേറ്റ് തിരിച്ച് കുബാപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് ഇതിൽ വളരെ പ്രധാനമാണ് കേട്ടോ. അപ്പോൾ ഏത് വരവ് നമ്മുടെ ചുറ്റുപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഏത് വരവാണെങ്കിലും ഏത് ജാതി മതമൊന്നുമില്ലാതെ ഇതുപോലെ പോയിട്ട് ഒരേപോലെ പോയിട്ട് തിരിച്ച് അവിടെ വരവേറ്റ് പള്ളിയിൽ അവിടെ വരവേറ്റ് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് വളരെ പ്രധാനമാണ് ഇതിൽ. അപ്പോൾ ഈ വരവിൻ്റെ ഒരു ദൃശ്യമാണ് കേട്ടോ. അത് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഒരുപാട് പരിപാടികൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ കാണാം. ഒരുപാട് ഐതിഹ്യമുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ പള്ളി
ചെരുപ്പം